സിനിമയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്ന കാര്യം എടുത്താൽ അതിപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലടക്കം ഇടപെടാറുണ്ടോ? ഞാൻ കണ്ട് ഓക്കെ ചെയ്യാത്ത ഒരു പോസ്റ്ററും ഞാൻ അടിക്കാൻ സമ്മതിക്കില്ല. അതെൻ്റെ ആദ്യത്തെ കണ്ടീഷനാണ്. ഒരു നിർമ്മാതാവുമായിട്ടൊരു സിനിമ അഗ്രിമെൻ്റ് ഉണ്ടാവുമ്പോൾ പോസ്റ്റർ ഡിസൈൻസ് എന്നെയും കൂടി കാണിച്ചിട്ടേ സമ്മതിക്കുള്ളൂ. എൻ്റെ അപ്രൂവലും കൂടി വേണം. ഞാനും കൂടി അറിയണം എന്താണ് പോസ്റ്ററായിട്ട് വരാൻ പോകുന്നതെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും പറയാറുണ്ട്. കേരളത്തിലെ തിയേറ്ററുകളിൽ ഇപ്പോൾ സിനിമ ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് പറ്റുന്നില്ല എന്നൊരു സത്യമുണ്ട്. അല്പം മുൻപ് പറഞ്ഞതിലൊരു പ്രതിഷേധം കൂടി ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതെവിടെയാണ് കുഴപ്പം? അല്ല, അത് നമ്മളുടെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. നമ്മുടെ യുവാക്കളുടെ പ്രശ്നമാണ്. നമ്മളുടെ യുവാക്കൾ അവരുടെ അമ്മയും പെങ്ങളും കൂടെ ഉണ്ടെങ്കിൽ മാത്രം അച്ചടക്കത്തോടെ പെരുമാറുകയും മറ്റുള്ളവർ അച്ചടക്കത്തോടെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുകയും അവൻ്റെ അമ്മയും പെങ്ങളും അല്ലാത്ത ഏത് സ്ത്രീകളുണ്ടെങ്കിലും അവരോട് പെരുമാറുന്ന രീതിയിൽ യാതൊരു കൺട്രോളും ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് തിയേറ്ററിൽ പലപ്പോഴും കാണുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു മെജോറിറ്റി തന്നെ ഉണ്ടെന്ന് വേണം പറയാൻ. അതിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ മദ്യത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ലഹരി വസ്തുക്കളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമുക്ക് പലപ്പോഴും നമ്മളിരുന്ന് രോഷം കൊള്ളുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ സംഘമായിട്ട് വന്നിരുന്നിട്ട് അസഭ്യ കമൻസ് പറയുക. ചിലപ്പോൾ ഒരു കമൻറ്റിന് കിട്ടുന്ന ഒരു ചെറിയ ചിരിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയെ സ്പോയിൽ ചെയ്യുക, അത് ആസ്വദിക്കുന്ന ആളുകളുടെ ശ്രദ്ധയെ ഡൈവേർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വയം വിലയിരുത്തലിലൂടെ നമ്മൾ ഓരോരുത്തരും സ്വയം മാറ്റിയെടുത്തേ പറ്റും. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഗാങ്ങായിട്ട് ഒരു സെലിബ്രേഷൻ മോഡിൽ തിയേറ്ററിലേക്ക് പോരുന്നതായിരിക്കാം. അപ്പോൾ ഈ കൂട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില കമൻസാണ്. പക്ഷേ ഇത് സിനിമ സീരിയസ് ആയിട്ട് കാണാൻ വരുന്ന, എൻജോയ് ചെയ്യാൻ പൈസ മുടക്കി വന്നിരുന്ന മറ്റുള്ള ആളുകൾക്ക് തങ്ങളുടെ എൻജോയ്മെൻറ്റ് തടസ്സമാക്കരുത് എന്നുള്ള ആലോചിക്കാനുള്ള പൗരബോധം എന്ന് പറയുന്നൊരു സാധനമാണ്. അത് ഓരോ ചെറുപ്പക്കാരും ഉണ്ടാവുകയും അത് ചെറുപ്പക്കാർ പരസ്പരം തീരുമാനമെടുക്കുകയും വേണം. അപ്പോൾ ഒരു ഗ്യാങ് വന്നിരുന്നിട്ട് ഇത്തരം സെലിബ്രേഷൻസ് തിയേറ്ററിനകത്ത് നടത്തുമ്പോൾ മറ്റ് ചെറുപ്പക്കാരെ അവരെ തടയണം. ഒരു സംഘം എഴുന്നേറ്റ് നിന്നിട്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ നിൽക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ആരും ഒരു പ്രശ്നമില്ലാത്തത്? മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ അവരുടെ സെക്യൂരിറ്റിയും ആൾക്കാരും ഉണ്ട്. പ്രശ്നം ഉണ്ടാകുന്ന ആൾ അവരങ്ങനെ പിടിച്ച് പുറത്താക്കുകയാണ്. ഇതൊരു കൂടുതൽ സീറ്റുകളുള്ള ഒരു തിയേറ്ററിൽ ചിലപ്പോൾ പ്രാക്ടിക്കലാവില്ല. അപ്പോൾ അതിന് കുറേ നമ്മൾ തന്നെ പ്രേക്ഷകർ തന്നെ ഒരു സെൽഫ് റെഗുലേഷൻ ഉണ്ടാക്കണം. തിയേറ്ററിൽ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ സിനിമ കാണും, ഇഷ്ടപ്പെടാത്ത സീനിന് അവർ ചിലപ്പോൾ കൂവലൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോവും തിയേറ്ററിൽ നിന്ന്. അല്ലാതെ കണ്ടുകൊണ്ട് ഇരിക്കുന്നവനെ ശല്യം ചെയ്യില്ല. അതാണ് ഇപ്പോൾ വിദേശത്ത് പോയാലും ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിൽ പോയാലും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, അവന് ഇഷ്ടമാവുന്നില്ല. ഇഷ്ടമാവില്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോവും. അത്രേ ഉള്ളൂ. അവനെ തടയാൻ ആരും ഇല്ലല്ലോ, അവന് പോവാലോ. അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരു നയം. ഇപ്പം മദ്രാസിലൊക്കെ തിയേറ്ററുകളിൽ അകത്ത് കയറുമ്പോൾ നിങ്ങളുടെ ബാഗ് വരെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് അവിടെ ഒരു പരാതിയില്ല, അവർ നിന്ന് കൊടുക്കുകയാണ്. സിനിമ കാണാൻ വരികയാണ്, തങ്ങളുടെയും കൂടിയും ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യണതെന്ന് അവിടെ അറിയാം ആളുകൾക്ക്. അതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് അകത്ത് കയറിയിട്ട് അവൻ ബഹളം ഉണ്ടാക്കില്ല. അത് ഇവിടെ എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. പക്ഷേ ഇവിടെയും ഇപ്പോൾ വലിയ മാളുകളിലൊക്കെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ വളരെ സൈലൻ്റായിട്ട് ആൾക്കാർ ഇരുന്ന് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടാത്തവർ ഇറങ്ങി പോകുന്നുണ്ട്. പബ്ലിക് വലിയ തിയേറ്ററുകളിൽ അതിന് നമ്മൾ ആളുകൾ തന്നെ ചിന്തിക്കണം. എല്ലാ അർത്ഥത്തിലും വളർച്ച കൈവന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക്. പക്ഷെ മറുവശം എടുക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്? ഇല്ല, അങ്ങനെ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വേണം, ഞങ്ങളുടെ തലമുറയേക്കാൾ ഇന്നത്തെ തലമുറ പ്രാക്ടിക്കലാണ്. ഇന്നത്തെ തലമുറയ്ക്ക് കുറേ കൂടി ലക്ഷ്യബോധമുണ്ട്. അവരവരുടെ കാര്യത്തിൽ അവർക്ക് മിടുക്കുണ്ട്. അവരവരുടെ കാര്യങ്ങൾ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത്, ഏതു തരം വിദ്യാഭ്യാസമാണ് നേടേണ്ടത്, എങ്ങനെയാണ് ലൈഫിനെ സമീപിക്കേണ്ടതെന്നൊക്കെ
കുറേ കൂടി ഞങ്ങളുടെ തലമുറയ്ക്കുള്ളതിനേക്കാൾ വ്യക്തമായ കാഴ്ചപ്പാടും കാര്യങ്ങളും പുതിയ തലമുറയ്ക്കുണ്ട്. പിന്നെ എവിടെയെങ്കിലും പാളി പോകേണ്ടതെന്ന് വെച്ചാൽ അത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്, പബ്ലിക് പ്ലേസുകളിൽ ബിഹേവ് ചെയ്യാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ട് കാലത്ത് എന്ത് എന്താ പറയുക തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ആളാണെങ്കിലും അതിന് ഒരു അതിർവരമ്പുണ്ട്, അതിനപ്പുറത്തേക്ക് അവൻ ഒരിക്കലും പോകില്ല. പക്ഷെ ഇന്ന് ഒരാൾ ഓപ്പോസിറ്റ്, ഇപ്പം നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, ഒരാൾ ട്രാഫിക് റൂൾസ് മുഴുവൻ തെറ്റിച്ചുകൊണ്ട് കടന്നു വന്നാലും നമ്മൾ അയാളോട് ദേഷ്യപ്പെടാൻ നമുക്ക് ധൈര്യമില്ല. കാരണം ദേഷ്യപ്പെട്ടാൽ പണ്ടായിരുന്നെങ്കിൽ പരസ്പരം ചീത്ത വിളിച്ച് തീരും, ഇന്ന് ചിലപ്പോൾ അവൻ്റെ അരയിൽ കത്തിയായിരിക്കും. ഈ ഒരു ഭയം ഇന്ന് സൊസൈറ്റിക്ക് മൊത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ തോതിൽ അത്തരം ദുരന്തങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു ചെറിയ വഴക്കിൻ്റെ പേരിലാണ് ഒരാളെ ഹൈവേയിലിട്ട് കൊന്നത്. അങ്ങനെ അത്തരം കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരെ ഭയക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, ചെറുപ്പക്കാരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവണം. മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം നേടാൻ പഠിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണൊരു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്? ഞാൻ സോഷ്യലിസം ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതുതന്നെയാണ് എൻ്റെ രാഷ്ട്രീയം. താങ്കളുടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ എവിടെയൊക്കെ ഒരു കമ്മ്യൂണിസത്തിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം നഷ്ടപ്പെട്ടു പോയൊരു കമ്മ്യൂണിസത്തെക്കുറിച്ച് ഓർത്ത് സഹതപിക്കുന്നുണ്ട് സിനിമയിലൂടെ എന്നൊക്കെ തോന്നിയാൽ അത് ശരിയാണോ? സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള നന്മ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അത് ശരിയാണ്. അങ്ങനെ ഉള്ള ആഗ്രഹമുള്ള ആളാണ്. അങ്ങനെ എല്ലാവരും ഒരുപോലെ പണക്കാരാവണമെന്നോ എല്ലാവരും ഒരുപോലെ എന്നാൽ ദരിദ്രരാവണമെന്നോ എല്ലാവരും ഒരേ സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിക്കണമെന്നോ അല്ല. ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളിൽ കംഫർട്ടബിളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് കമ്മ്യൂണിസ്റ്റ് ആദർശത്തിലും അത് തന്നെയാണ് പറയുന്നത്, ക്രിസ്ത്യാനിറ്റിയും അത് തന്നെയാണ് പറയുന്നത്. മലയാള സിനിമയ്ക്കൊരു സംഘടന ഉണ്ടായി, ആ സംഘടനയ്ക്കൊരു രൂപമാറ്റം ഉണ്ടായി. ഇത് മലയാള സിനിമയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ബാധിച്ചത്? അല്ല, സംഘടന വളരെ അത്യാവശ്യം തന്നെയാണ്, സംഘടനകൾ അത്യാവശ്യം തന്നെയാണ്. സംഘടനകൾ കൊണ്ട് ജോലി സുരക്ഷിതത്വം, ശമ്പളം കിട്ടുമെന്നുള്ള ഉറപ്പ്, ഒരു മിനിമം വേതനം എന്നൊക്കെ പറയുന്നത് സംഘടനയുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കൊരാൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഒരു സംഘടനയിലേക്ക് നിങ്ങൾ ആരോട് പോയി? ദൈവത്തിനോട് പറയേണ്ടി വരും. അപ്പോൾ അത് സംഘടന വളരെ മസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. സംഘടനകൾ കുഴപ്പമാകുന്നത് സംഘടനകളെ നയിക്കുന്ന ആളുകളുടെ കഴിവിനെയും കഴിവുകേടുകളെയും ആശ്രയിച്ചിരിക്കും. കഴിവുള്ള ഒരാൾ നയിക്കുന്ന സംഘടന, ആർജവമുള്ള കേപ്പബിലിറ്റിയുള്ള അംഗങ്ങളുടെ വെൽഫെയറിനെ കുറിച്ച് ബോധ്യമുള്ള, അവരുടെ സുരക്ഷിതത്വത്തിനെ കുറിച്ച് ബോധമുള്ള, അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല അംഗങ്ങളുടെ കടമകളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കാനും കഴിവുള്ള നേതാക്കന്മാരുടെ കീഴിൽ സംഘടനകൾ വളരെ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇനിയുള്ള മുൻപോട്ടുള്ള സിനിമയുടെ യാത്രയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്രത്തോളം ആശങ്കയും പ്രതീക്ഷയുണ്ട്? അതുപോലെ ലാൽ ജോസിലെ സംവിധായകൻ്റെ ചിന്തകൾ എവിടേക്കാണ് സഞ്ചരിക്കുന്നത്? ഞാനങ്ങനെ എന്നെക്കുറിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാറേ ഇല്ല. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. എൻ്റെ കരിയറിനെ കുറിച്ചും ഞാൻ ഒരു ആശങ്ക ഒന്നും പുലർത്തുന്ന ആളല്ല. ഞാൻ ചെയ്യുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് ആശങ്കകളുണ്ടാവും. ഞാൻ ചെയ്യാൻ പോകുന്ന തൊട്ടടുത്ത സിനിമ മാത്രമേ എൻ്റെ മുമ്പിൽ എപ്പോഴും ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായി അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. ചില സിനിമകൾ നമുക്ക് വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാനേ പറ്റില്ല, ചില സിനിമകൾ തുടക്കത്തിലേ മുടങ്ങിപ്പോവും. അപ്പോൾ അത്തരം അടുത്ത സിനിമ എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. കഴിഞ്ഞ സിനിമയെ കുറിച്ച് ഞാൻ ആലോചിക്കാറുമില്ല. എൻ്റെ കഴിഞ്ഞ സിനിമ ഒരു വലിയ വിജയമായിരുന്നു, അതുകൊണ്ട് ഈ സിനിമയിൽ ഞാൻ കുറച്ച് അഹങ്കരിച്ച് കളയാം, അല്ലെങ്കിൽ ഈ സിനിമ കുറച്ച് റിലാക്സ്ഡായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ സിനിമയിൽ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ മുഴുവൻ അധിക്ഷേപിക്കാൻ എൻ്റെ കഴിഞ്ഞ സിനിമയുടെ വിജയം ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊരു ചിന്തയില്ല. കാരണം
ഞാൻ കഴിഞ്ഞ 13 വർഷമായിരുന്നു 14 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിലൊരു പകുതിയാണ്. വിജയമായിട്ടുള്ളതെല്ലാം വൻ വിജയങ്ങളായിരുന്നു. പരാജയമായിട്ടുള്ള വൻ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കോയിൻ്റെ 2 സൈഡാണെന്ന് അറിയാവുന്നതുകൊണ്ട് പരാജയങ്ങൾ എന്നെ തളർത്താറുമില്ല. ഇപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. തുടക്കകാലത്ത് ഒരു പരാജയത്തിന് ശേഷം എഴുന്നേറ്റ് നിൽക്കാൻ 2 മാസം എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഒരു പരാജയം കഴിഞ്ഞാലും എനിക്ക് ആ പരാജയം ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയായി. വിജയം എൻ്റെ മാത്രമല്ല എന്നും അറിയാനുള്ള ബുദ്ധിയും തിരിച്ചറിവുമായിട്ടുണ്ട്. വിജയത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപാട് ഘടകങ്ങൾ നന്നാവുമ്പോഴാണ് ഒരു വിജയം ഉണ്ടാവണം എന്നുള്ളതും ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിൽ അഹങ്കരിക്കാനോ പരാജയത്തിൽ ഒരുപാട് ദുഃഖിക്കണം. ദുഃഖം എന്തായാലും ഉണ്ടാവും. പക്ഷെ സ്വയം നശീകരിക്കുന്ന ഒരു ദുഃഖത്തിലേക്ക് പോകാതിരിക്കാനോ ഒക്കെ പറ്റും. ആ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ട്.